ഇന്ത്യ എങ്ങനെയാണ് ഫൈനലിലേക്ക് എത്തിയത് നമ്മൾ കണ്ടു. അതുപോലെ നമുക്ക് സൗത്ത് ആഫ്രിക്ക എങ്ങനെയാണ്, ദക്ഷിണാഫ്രിക്ക എങ്ങനെയാണ് ഫൈനലിലേക്ക് വന്നത്, ആധികാരികമായിരുന്നു അവരുടെ ജയം എന്ന് നമുക്ക് നോക്കാം. ആദ്യ കളി ശ്രീലങ്കയുമായിട്ടായിരുന്നു. പക്ഷേ അതിൽ ഈ ശ്രീലങ്കൻ ടീം ഇത്തവണ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നൊക്കെയുള്ള വിലയിരുത്തൽ ആദ്യമേ ഉണ്ടായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ഈ സ്പിന്നേഴ്സിനെ തുണയ്ക്കുന്ന ഒരു പിച്ചുകളാണ്. അപ്പോൾ ഹസരംഗയുടെ നേതൃത്വത്തിലുള്ള ടീം വലിയ രീതിയിൽ വിജയം നേടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതുണ്ടായില്ല. വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യ കളിയിൽ ശ്രീലങ്കയുമായി 6 വിക്കറ്റ് ജയമാണ് സൗത്ത് ആഫ്രിക്ക ഉണ്ടായത്. പിന്നീട് നെതർലാൻഡ്സിനെതിരെ 4 വിക്കറ്റ് ജയം, അതും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയാണ് ആ ജയം ഉണ്ടായിരുന്നത്. അടുത്തത് ബംഗ്ലാദേശിന്റെ ജയം വീണ്ടും തുടർന്നു. ബംഗ്ലാദേശുമായി വീണ്ടും പക്ഷേ ഇത് 4 റൺസിന്റെ ജയമാണ്. 4 വിക്കറ്റും 4 റൺസും. നെക്സ്റ്റ് നേപ്പാളുമായി 1 റൺസിന്റെ ജയം. അത് ഒരുപക്ഷെ വമ്പൻ അട്ടിമറി പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അവസാന നിമിഷത്തിൽ നേപ്പാളിനൊന്ന് പിഴച്ചു. അവർ റൺ ഓടുന്നതിൽ പരാജയപ്പെട്ടതോടുകൂടി 1 റൺസിന്റെ പരാജയം ഏറ്റുവാങ്ങുകയുണ്ടായി. വീണ്ടും അമേരിക്കയുമായുള്ള മത്സരമാണ്. അമേരിക്ക ഒന്ന് ഞെട്ടിച്ചെങ്കിലും പിന്നീട് ആ തോൽവി വഴങ്ങി. 18 റൺസിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ജയം അമേരിക്കയുമായി. ഒരുപക്ഷെ അടുത്ത മത്സരം ഇംഗ്ലണ്ടിനെതിരെ, ഇവരുടെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരെ നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെയായ 7 റൺസിന്റെ ജയം. പിന്നീട് വെസ്റ്റ് ഇൻഡീസുമായുള്ള മത്സരം, അതിൽ 3 വിക്കറ്റിന്റെ ജയമാണ് ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയത്. പിന്നീടാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള സെമിഫൈനൽ. പക്ഷേ ഒരുപക്ഷെ ദക്ഷിണാഫ്രിക്കയുടെ ഒരു ഡോമിനൻസ് കണ്ട മത്സരം 9 വിക്കറ്റിനാണ് ജയിച്ചത്. വെറും 56 റൺസിനാണ് അഫ്ഗാനിസ്ഥാനെ എറിഞ്ഞിട്ടത്. അതിനുശേഷം ദക്ഷിണാഫ്രിക്ക ഈ ഒറ്റ വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ആ വിജയലക്ഷ്യം അടിച്ചെടുക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ 8-8 ജയിച്ച ടീമാണ്. ഒരു ലോങ്സ്റ്റ് വിന്നിംഗ് സ്ട്രീക്ക് എന്ന് പറയുന്ന റെക്കോർഡ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ പേരിലാണ്. അവർക്ക് ഈ മത്സരം കൂടി ജയിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ആ റെക്കോർഡ് 9 ജയങ്ങൾ എന്ന റെക്കോർഡ് ഓസ്ട്രേലിയയുമായി പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒറ്റയ്ക്ക് സ്വന്തം പേരിലാക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് നമ്മുടെ അജിത് കുമാർ സാറിനോട് ചോദിക്കാം. ശ്രീ അജിത് കുമാർ, നമ്മൾ ഇന്ത്യയെ കുറിച്ച് പരിശോധിച്ചു. ഇനി ദക്ഷിണാഫ്രിക്കയുടെ കരുത്തിനെ കുറിച്ചാണ് അറിയേണ്ടത്. താങ്കൾ എങ്ങനെ തോന്നുന്നു? ഒരുപക്ഷെ വലിയ രീതിയിൽ സമീപകാലത്ത് അവരുടെ ചോക്കേഴ്സ് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ ഇത്തവണ അവരുടെ ഇത് നോക്കുകയാണെങ്കിൽ അവർ 1 റൺസിന് ജയിക്കുന്നു, 4 റൺസിന് ജയിക്കുന്നു. അവർ ഇത്തവണ പഠിക്കൽ കാലം മുടക്കുമോ, അല്ലെങ്കിൽ അത് മറികടക്കുമോ? അതിന് ദക്ഷിണാഫ്രിക്ക എല്ലാ തവണയും നമ്മളിപ്പോ ശരിക്കും അവരുടെ ചരിത്രം 92 മുതൽ എടുത്ത് നോക്കിയാൽ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. ആ ഗ്രൂപ്പ് സ്റ്റേജസ് അവരെ എത്ര നന്നായിട്ട് കളിക്കുന്നു. അത് പക്ഷേ ഈ നോക്കൗട്ട് വരുമ്പം കംപ്ലീറ്റ് മാറും. ഞാൻ പ്രത്യേകിച്ച് ഈ ടൂർണമെന്റ് ഈ ഇന്നത്തെ ഡിസ്കഷന് വേണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് നോക്കി വന്ന പശ്ചാത്തലത്തിൽ ഞാൻ ഒരു 3 കേസ് ഞാൻ പറയുന്നുള്ളൂ. ആദ്യത്തെ 92 അവർ വന്നപ്പോ അത് അവർക്കൊരു വളരെ അൺഫെയർ ആയി. അവരന്ന് തോറ്റത് സെമിഫൈനൽസ് ഇംഗ്ലണ്ട് ആയിട്ടുള്ള മത്സരം. അന്നത്തെ ഒരു മഴ റൂൾ, അത് കഴിഞ്ഞിട്ടാണ് ഈ ഡക്വർത്ത് ലൂയിസ് വരുന്നത്. അന്ന് ഡക്വർത്ത് ലൂയിസ് അല്ല, അതിന് മുമ്പ് ഒരു റെയിൻ റൂൾ ICC ഉള്ളത്. ആ റെയിൻ റൂള് കാരണം മാത്രമാണ് അന്ന് അവരുടെ ആദ്യത്തെ സംരംഭത്തിൽ അവര് സെമിഫൈനലിൽ തോറ്റത്. പിന്നെ വരുന്നത് 99-ലാണ് പിന്നെ ഏറ്റവും നല്ല. അന്നായിരുന്നു നമ്മൾ വിചാരിച്ചത് സൗത്ത് ആഫ്രിക്ക എന്നും ബെസ്റ്റ് ടീമാണ്, യാതൊരു സംശയമില്ല. അവരന്ന് ചാമ്പ്യൻസ് ആയിട്ട് വന്ന ടീമായിരുന്നു സൗത്ത് ആഫ്രിക്ക. ആദ്യത്തെ മത്സരം അവർ ശ്രീലങ്കയെ പറപ്പിച്ചത്, ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ് ശ്രീലങ്ക, അവരെ പറപ്പിച്ചത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർ ഇന്ത്യയും അവർ വളരെ കാര്യമായിട്ട് കളിച്ച് ഇന്ത്യയും തോൽപ്പിച്ചു. എല്ലാ മത്സരങ്ങളും കഴിഞ്ഞു. അവസാന മത്സരം ഓസ്ട്രേലിയ ആയിട്ട് ജസ്റ്റ് ഒരു ടൈ ആയിട്ട് അവര് സെമിഫൈനലിൽ കിടക്കുകയാണ്. ആ സെമിഫൈനൽ മത്സരത്തില് അവർ പരാജയപ്പെട്ടു സെമിഫൈനൽസിൽ. അത് ഒരിക്കലും മറക്കാൻ